വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ വലിയ പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്ത് ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരുണ്ട്. MP-മാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം, അയോധ്യ ക്ഷേത്രക്കൊള്ള, ഒപ്പം തന്നെ ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് പദവി, ഇവ മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടക്കുന്നത്. സ്റ്റേറ്റ്ഹുഡ് ഈസ് അവർ റൈറ്റ്, നോട്ട് ചാരിറ്റി. റീസ്റ്റോർ ഫുൾ സ്റ്റേറ്റ്ഹുഡ്. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തുന്നു. അമിത്ഷാ മറുപടി നൽകണം എന്നുള്ളതാണ്, അമിത്ഷായുടെ മറുപടി വേണം എന്നുള്ളതാണ്. അമിത്ഷാ തുടർച്ചയായിട്ട് ഹാജരാകാതിരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അമിത്ഷായ്ക്കെതിരെ ആക്രമണം അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നു. പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാർലമെന്റ് കവാടത്തിലേക്കാണ് മാർച്ച് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മല്ലികാർജുൻ ഖർഗെയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. അവിടെ ഗാന്ധി സ്മാരകത്തിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, പ്ലക്കാർഡും പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട്. അവരിൽ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത്ഷാ സഭയിലെത്തി മറുപടി പറയുക, 2 അയോധ്യക്കൊള്ളയിൽ വിശദമായ അന്വേഷണം നടത്തുക, 3 കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് പദവി നൽകുക. ഇത് 3 ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. മലയാളി MP-മാരുണ്ട്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ഉണ്ട്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. CJP ഇപ്പോൾ നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധമാണ്. അവിടെ പ്രേക്ഷകർക്ക് ജോൺ ബ്രിട്ടാസിനെ കാണാം, ശിവദാസൻ MP-യെ കാണാം. CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും MP-മാർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതും പ്രതിഷേധം നടത്തുന്നതും. തത്സമയ ദൃശ്യങ്ങളാണ് പാർലമെന്റിന് പുറത്തു നിന്നും പ്രേക്ഷകർ കാണുന്നത്. അമിത്ഷാ പാർലമെന്റിലെത്തി വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ടത് എങ്ങനെയാണ്, അതിന്റെ പേരിൽ അതിക്രമത്തിന്റെ വിഷയത്തിൽ മറുപടി നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി നൽകണം എന്നും ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് പദവി വേണം എന്നുള്ളതാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗെയുടെയും നേതൃത്വത്തിൽ.